പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റിയത്. ഫെബ്രുവരി 11 മഹാരഥോത്സവം. വള്ളുവനാട്ടിലെ തൈപ്പൂയ രഥോത്സവങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവം. മകരമാസത്തിലെ അശ്വതി നാളിൽ കൊടിയേറ്റിയതോടെ പാലൂർ കളരിയിൽ ഇനി ഉത്സവാഘോഷങ്ങളുടെ ദിനങ്ങളാണ്. ചൊവ്വാഴ്ച വൈകിട്ട് വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റിയത്. നിരവധി ഭക്തർ കൊടിയേറ്റൽ ചടങ്ങിൽ പങ്കുകൊണ്ടു. പാലൂരപ്പൻ്റെ പാലൂർ തൈപ്പൂയ രഥോത്സവത്തിന് തൃക്കൊടിയേറ്റ് നടന്നിരിക്കുകയാണ്. ഇനി 8 നാളുകളും പാലൂരിൻ്റെ ഉത്സവ നാളുകളാണ്. രാവ് പകൽ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും പങ്കെടുക്കുവാൻ എത്തിച്ചേരണമെന്നാണ് ഞങ്ങളെ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുന്നത്. തൈപ്പൂയ രഥോത്സവത്തോടനുബന്ധിച്ച് വർഷത്തിൽ ഒരു ദിവസം മാത്രം നടക്കുന്ന ഒരു കുടം പാലും പഴവും എന്നുള്ള വിശേഷ വഴിപാട് 11 തീയതി ചൊവ്വാഴ്ച കാലത്ത് 3 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് നടക്കുന്നത്. ഈ വിശേഷ വഴിപാടാണ് എല്ലാ ഭക്തജനങ്ങളും പാലൂരപ്പൻ്റെ പൊങ്കാലയായി സമർപ്പിക്കാൻ എല്ലാ അബാലവൃദ്ധ ജനങ്ങളെയും എല്ലാ ഭക്തജനങ്ങളെയും എല്ലാ നാട്ടുകാരെയും ഭഗവാന്റെ നാമധേയത്തിൽ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ പാലൂരപ്പൻ്റെ ഉത്സവ നാളുകൾ എല്ലാവർക്കും ആശംസകളും അർപ്പിക്കുന്നു. തുടർന്ന് പാലൂർ ആറ്റുപുറത്തുമന ശ്രീവിദ്യയുടെ കണ്ണകി ഭരതനാട്യം അരങ്ങേറി. തൈപ്പൂയ മഹാരഥോത്സവം പൂർണ്ണമായും ആചാരാനുഷ്ഠാനങ്ങളുടെ ചിട്ടയിലും ഒപ്പം ആഘോഷവുമായാണ് കൊണ്ടാടപ്പെടുന്നത്. രഥോത്സവത്തിന്റെ ഭാഗമായി 8 ദിവസങ്ങളിലെ തിരുനാൾ ഉത്സവത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും. ഫെബ്രുവരി 9 പകൽ 3 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. ഫെബ്രുവരി 11 തൈപ്പൂയം നാളിലാണ് മഹാരഥോത്സവം. വൈകിട്ട് ഗജവീരന്മാരുടെ അകമ്പടിയോടെ ശ്രീമുരുകന്റെ മഹാരഥം എഴുന്നള്ളിക്കും. വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും ഉത്സവ കാഴ്ചകൾ സമ്മാനിക്കും. ഇതേ സമയത്ത് തന്നെ ദണ്ഡയുദ്ധപാണി വേദിയിൽ അവതരിപ്പിക്കുന്ന നൃത്തശില്പം ഉത്സവപ്രേമികൾക്ക് കലാവിരുന്നൊരുക്കും. രാത്രി 8:30 മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, ശ്രീകാന്ത്, ശ്രീരാജ് എന്നിവരുടെ ട്രിപ്പിൾ തായമ്പകയും 11 മണിക്ക് ശ്രീകൃഷ്ണഭാരതം ബാലയും അരങ്ങേറും.
പുലർച്ചെ ഇടക്ക പ്രദക്ഷിണം കഴിഞ്ഞ് കാവടിയാട്ടത്തോടെ ഉത്സവം സമാപിക്കും. മതസൗഹാർദ്ദത്തിന്റെ മഹോത്സവം കൂടിയാണ് പാലൂർ തൈപ്പൂയ രഥോത്സവം. പാലൂർ കളരിയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും സർവമത തീർത്ഥാടന കേന്ദ്രമായും അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നാനാദിക്കുകളിൽ നിന്നും ആളുകളെത്തി ദർശന സായുജ്യം നേടി മടങ്ങുന്നു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.